അവൾ ഇപ്പോൾ വരും. ഗീതയെടുത്തിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതിൻ്റെ ടെൻഷനായിരുന്നു സീതയ്ക്ക്. ആണോ? വിജയനെ വിളിച്ചു നോക്കായിരുന്നില്ലേ? ദമയന്തി ചോദിച്ചു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സീതയും മോളും കഴിക്കാനെത്തി. അപ്പോഴും സീതയുടെ മുഖത്തെ വാട്ടം ദേവൻ ശ്രദ്ധിച്ചു. നന്ദൂട്ടിയെ കണ്ടത് ദമയന്തി എവിടെ അച്ചമ്മടെ സുന്ദരി കുട്ടിയെന്ന് ചോദിച്ചു. നന്ദു നാണം കുണുങ്ങി അമ്മയുടെ പുറകിൽ നിന്നു. അപ്പോൾ ദേവൻ ചോദിച്ചു, ഇവളെന്താ അച്ചമ്മയെ ആദ്യമായിട്ട് കാണുന്ന പോലെ? അത് കേട്ട് ദമയന്തി ചിരിച്ചു. എന്നിട്ട് ശ്യാമളയെ വിളിച്ചു. മോൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കൂ, സീതയ്ക്ക് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു. ദേവൻ ഇത് കേട്ട് പറഞ്ഞു, വേണ്ട, മോൾ തനിയെ കഴിക്കും, ശ്യാമള കഴിച്ചോളൂ. ഇത് കേട്ട ദമയന്തിക്ക് ദേഷ്യം വന്നു. അപ്പോഴേക്കും പുറത്തു കാറിൻ്റെ ശബ്ദം കേട്ടു. ദേവനും അമ്മയും എഴുന്നേറ്റു പുറത്തേക്ക് പോയി. സീതയും മോളും കഴിക്കാനും ഇരുന്നു. ആങ്ങളയെ കണ്ടതും ദമയന്തിയുടെ സന്തോഷം, അപ്പോഴുണ്ടായ ചിരി ദേവനെല്ലാം ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് ചിരിക്കാനൊക്കെ അറിയാമെന്ന് മനസ്സിൽ വിചാരിച്ചു. സുഗുവിനെ കണ്ടതും ദേവൻ വാരിപ്പുണർന്നു. സുഗു സീതയുടെ ഏട്ടനാണ്. സുഗുവിൻ്റെ ഭാര്യ ശാരികയും വന്നിട്ടുണ്ട്. പിന്നെ സീതയുടെ അച്ഛൻ ദിവാകര മേനോനും സീതയുടെ അമ്മ ഇളയതിൻ്റെ പ്രസവത്തോടെ മരിച്ചു. കുട്ടിയിലെ പറഞ്ഞു വച്ചതാണ് ദേവനെ സീതയ്ക്കെന്ന്. മറ്റു 2 ആങ്ങളമാർ കൂടിയുണ്ട് ദമയന്തിക്ക്. പക്ഷെ ദിവാകരനെ കഴിഞ്ഞേയുള്ളൂ മറ്റെല്ലാവരും. ശാരിക ഉള്ളിലേക്ക് പോയി. നന്ദൂട്ടിയെ കൊഞ്ചിക്കലും നാത്തൂനോട് കുശലം പറച്ചിൽ ഒക്കെയായി. പിന്നെ എല്ലാവരും അകത്തേക്ക് വന്നു.